ബ്രസീലിന്റെ ദേശീയ പക്ഷിയാണ് റൂഫസ് ബെല്ലീഡ് ത്രഷ്. 2002 ഒക്ടോബറിലാണ് ഇവയെ ബ്രസീലിന്റെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്തത്. ഇടതൂർന്ന വനങ്ങൾ മുതൽ നഗര ഉദ്യാനങ്ങൾ വരെ വൈവിധ്യമാർന്ന പരിസ്ഥിതികളിൽ ഇവയെ കാണപ്പെടുന്നു. പ്രധാനമായും ബ്രസീൽ, അർജന്റീന, ബൊളീവിയ എന്നിവിടങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു. തെക്ക് കിഴക്കൻ ബ്രസീലിലെ മിക്ക സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു. ഒരു പാട്ടുപാടി പക്ഷികളാണിവ. ബ്രസീലിൽ ഉച്ചകഴിഞ്ഞ് പലപ്പോഴും ഇവയുടെ പാട്ട് കേൾക്കാറുണ്ട്. ഈ പാട്ടുപക്ഷികൾ അമേരിക്കയിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന അമേരിക്കൻ റോബിനുമായി ഏറെ സാമ്യമുള്ളവയാണ്. ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലാണ് ഇവ അധികമായി പാടാറുള്ളത്. അതിരാവിലെയും ഉച്ചകഴിഞ്ഞും ഇവയുടെ പാട്ട് കേൾക്കാം. ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള അടിഭാഗത്തിന്റെ പേരിലാണ് ഈ പക്ഷിക്ക് റൂഫസ് ബെല്ലീഡ് ത്രഷ് എന്ന പേര് ലഭിച്ചത്. തുരുമ്പിച്ച ഓറഞ്ച് നിറത്തിലുള്ള വയറും ഒലിവ് തവിട്ട് നിറത്തിലുള്ള മുകൾ ഭാഗവും ഈ പക്ഷിയെ മറ്റ് പക്ഷികളിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്നു. പക്ഷിയുടെ മൊത്തത്തിലുള്ള തൂവലുകൾ ചാരനിറവും തവിട്ട് നിറവും കലർന്നതാണ്. മഞ്ഞ കലർന്ന ചെറിയ കൊക്കാണ് ഇവയുടേത്. വെളുത്ത തൊണ്ടയിൽ ഇരുണ്ട വരകളുണ്ട്. കണ്ണുകൾക്ക് ചുറ്റും ഒരു മഞ്ഞ വളയം കാണാം. പെൺപക്ഷികൾക്ക് അല്പം മങ്ങിയ നിറവും ചാരനിറത്തിലുള്ള കൊക്കുമുണ്ട്. പെൺപക്ഷികൾക്ക് അല്പം ഭാരം കൂടുതലായിരിക്കും. ഭാരവ്യത്യാസമുണ്ടെങ്കിലും പെൺപക്ഷികൾ വലുതല്ല, മറിച്ച് തടിച്ചവരാണ്. നിലത്തുകൂടി ചാടിച്ചാടിയാണ് ഇവ നടക്കുന്നത്. വിവിധ ഇനം പ്രാണികൾ, ചിലന്തികൾ, ഓറഞ്ച്, പപ്പായ, ഈന്തപ്പഴം തുടങ്ങിയവ കഴിക്കുന്നു. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മഴക്കാലത്താണ് കൂടുണ്ടാക്കുന്നത്. പെൺപക്ഷികളാണ് കൂട് നിർമ്മിക്കുന്നത്. ചെറിയ ചില്ലകൾ, പുല്ല്, ഇലകൾ, പായൽ, തൂവൽ എന്നിവ ഉപയോഗിച്ച് ഒരു കപ്പ ആകൃതിയിൽ കൂട് നിർമ്മിക്കുന്നു. മരങ്ങളുടെ വളവുകളിലോ കുറ്റിച്ചെടികളിലോ കെട്ടിടങ്ങളുടെയോ പിൻമുറ്റത്തും ഷെഡുകളുടെ അരികിലും കൂടുകൾ നിർമ്മിക്കുന്നു. പെൺപക്ഷി കൂട് നിർമ്മിക്കുന്നുവെങ്കിലും കൂടിനെ സംരക്ഷിക്കുന്നത് ആൺപക്ഷികളാണ്. മിക്ക പക്ഷികളും നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പ്രജനനം നടത്തുന്നത്. ഇവ 2 മുതൽ 6 മുട്ടകൾ വരെ ഇടുന്നു. 12 അല്ലെങ്കിൽ 13 ദിവസം അടയിരിക്കും. പെൺപക്ഷി മാത്രമാണ് മുട്ടയ്ക്ക് അടയിരിക്കുന്നത്. ഇണകൾ 2 പേരും ചേർന്ന് കുഞ്ഞുങ്ങളെ പരിപാലിക്കും. 2 ആഴ്ച കഴിഞ്ഞ് പറക്കാൻ ആരംഭിക്കും. സൗഹൃദ പക്ഷിയായ ഈ പക്ഷിയെ കവിതകളിലും സാഹിത്യങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ വിത്ത് വിതരണത്തിനും കീടനിയന്ത്രണത്തിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇവ.